ചാർപ്പ വെള്ളച്ചാട്ടത്തിൽ മഴവിൽ പാലം വിനോദസഞ്ചാരികൾക്ക് പുതിയ കാഴ്ചാനുഭവം. കരിങ്കൽ കുത്തുകൾക്കിടയിലൂടെ കുത്തിയൊലിച്ചു വരുന്ന ചാർപ്പ വെള്ളച്ചാട്ടം വേനൽക്കാലത്ത് വെള്ളം നന്നേ കുറവായിരിക്കുമെങ്കിലും മഴയെത്തിയാൽ ചാർപ്പയ്ക്ക് പിന്നെ പറഞ്ഞറിയിക്കാനാവാത്ത മനോഹാരിതയാണ്. അതിനു കുറുകെ വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗി ആസ്വദിക്കാനായി നിർമ്മിച്ച നടപ്പാലം ഇപ്പോൾ ഇവിടേക്ക് കൂടുതൽ വിനോദസഞ്ചാരികളെ മാടി വിളിക്കുകയാണ്. തൃശ്ശൂർ നഗരമധ്യത്തിൽ നിന്ന് ഏകദേശം 60 കിലോമീറ്റർ അകലെ അതിരപ്പള്ളിയിൽ നിന്ന് വാഴച്ചാലിലേക്കുള്ള വഴിയിലാണ് വിനോദസഞ്ചാരികൾക്കായി നിർമ്മിച്ച ഈ നടപ്പാലം സ്ഥിതി ചെയ്യുന്നത്. പ്രകൃതി സ്നേഹികൾക്കും നഗരജീവിതത്തിൻ്റെ തിരക്കിൽ നിന്ന് വിട്ടുമാറി ശാന്തത ആഗ്രഹിക്കുന്നവർക്കും അനുയോജ്യമായ കേന്ദ്രമാണിത്. 2020 ടൂറിസം വകുപ്പ് വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പാലത്തിൻ്റെ നിർമ്മാണം ആരംഭിച്ചത്. 99 ലക്ഷം രൂപ വകയിരുത്തി പൊതുമരാമത്ത് വകുപ്പിൻ്റെ മേൽനോട്ടത്തിൽ ഒരുക്കിയ പാലം ഏപ്രിൽ 10 നിർമ്മാണം പൂർത്തിയാക്കി. പാലത്തിന് സമാന്തരമായുണ്ടായിരുന്ന പഴയ ബ്രിട്ടീഷ് നിർമ്മിത പാലം പൊളിച്ചാണ് പുതിയ പാലം നിർമ്മിച്ചത്. അതിരപ്പള്ളി വാഴച്ചാൽ മേഖലയിലെ പ്രധാന ടൂറിസ്റ്റ് ആകർഷണ കേന്ദ്രങ്ങളിലൊന്നാണ് ചാർപ്പ വെള്ളച്ചാട്ടം. അതിരപ്പള്ളിയും വാഴച്ചാലും കാണാൻ വരുന്ന വിനോദസഞ്ചാരികളെ കാത്തിരിക്കുന്ന മറ്റൊരു കാഴ്ച വിരുന്നാണ് ചാർപ്പ വെള്ളച്ചാട്ടവും ഈ നടപ്പാലവും. ശക്തമായ മഴയിൽ റോഡ് കവിഞ്ഞൊഴുകുന്ന ജലപാതം കാണാനായി നിരവധി വിനോദസഞ്ചാരികളാണ് ഇവിടെ എത്തുന്നത്. വിനോദസഞ്ചാരികൾക്ക് വെള്ളച്ചാട്ടത്തിൻ്റെയും ഇടതുറന്നു നിൽക്കുന്ന കാടിൻ്റെയും ഭംഗി സുരക്ഷിതമായി ആസ്വദിക്കാൻ കഴിയുന്ന രീതിയിൽ നടപ്പാലത്തിൽ ടൈലുകൾ പാകിയിട്ടുണ്ട്. നടപ്പാലത്തിനു പുറമെ വെള്ളച്ചാട്ടത്തെ അടുത്തുനിന്ന് ആസ്വദിക്കുന്നതിനുള്ള വ്യൂ പോയിന്റും ഒരുക്കിയിട്ടുണ്ട്. പൊതുഗതാഗതത്തിൻ്റെയും ടൂറിസത്തിൻ്റെയും സാധ്യതകൾ ഏകീകരിച്ച് ഫലപ്രദമായി നടപ്പിലാക്കിയ വികസന മാതൃകയാണ് ചാർപ്പ വെള്ളച്ചാട്ടത്തിന് കുറുകെ നിർമ്മിച്ച ഈ നടപ്പാലം.